സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 19 വാക്യം 26. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 19 അധ്യായം 26 വാക്യത്തിൽ ഇയ്യോബിൻ്റെ പ്രത്യാശയാണ് നാം കാണുന്നത്. എത്ര വലിയ പ്രത്യാശയാണ് ഈ മനുഷ്യനുള്ളതെന്ന് ഈ ഒറ്റ വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കാം. ഈ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ, മണിക്കൂറുകൾക്കുള്ളിൽ അഥവാ ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ 10 മക്കൾ നഷ്ടപ്പെടുന്നു. തൻ്റെ ദാസീദാസന്മാരെല്ലാം മരിച്ചു പോകുന്നു. തൻ്റെ സമ്പത്തെല്ലാം നശിക്കുന്നു. തനിക്ക് ഉള്ള സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, ചാർച്ചക്കാർ എല്ലാവരും തന്നെ വിട്ടുപോകുന്നു. തൻ്റെ ഭാര്യ ഒഴികെ എല്ലാവരും അവനെ തിരസ്കരിക്കുന്നു. ഒടുവിൽ അവശേഷിക്കുന്നത് അവൻ്റെ ആരോഗ്യം മാത്രമായിരുന്നു. പിശാച് അതും കവർന്നെടുത്തു. ഇപ്പോൾ അവൻ്റെ അഴുകിയ ശരീരത്തിലെ പുഴുക്കളെ ഒരു ഓട്ടുകഷണം കൊണ്ട് പെറുക്കിയെടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയമാണ് ഇയ്യോബിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നാം കാണുന്നത്. ഇതിൽ ഇയ്യോബിൻ്റെ പ്രത്യാശയാണ് നാം കാണുന്നത്. അദ്ദേഹം ആ സമയം പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എൻ്റെ ഈ നശ്വരമായ ശരീരം നശിക്കാം, പക്ഷേ ദൈവം മറ്റൊരു ദേഹം, മറ്റൊരു ശരീരം, ഒരു പുനരുത്ഥാന ശരീരം എനിക്ക് നൽകുവാനിടയാകും. ആ ശരീരത്തിൽ വസിച്ചുകൊണ്ട്, അതാണ് ഇവിടെ ഞാൻ ദേഹസഹിതനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദേഹരഹിതനായി അഥവാ ശരീരം കൂടാതെ ദൈവത്തെ കാണുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ ശരീരം നശിക്കും, പക്ഷേ രൂപാന്തരപ്പെട്ട ഒരു പുതിയ ശരീരം എനിക്ക് ദൈവം നൽകും. ആ ശരീരത്തിൽ വസിച്ചുകൊണ്ട്, ആ സ്വർഗീയ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും എന്നാണ് പറയുന്നത്. എത്ര വലിയ പ്രത്യാശയാണ് നാം കാണുന്നത്. പലപ്പോഴും നാം നമ്മുടെ സാഹചര്യങ്ങളെ പഴിക്കുന്നവരാണ്, അതുപോലെ മറ്റുള്ളവരെ പഴിക്കുന്നവരാണ്. നമ്മുടെ ബലഹീനതകളെ നാം ഓർത്ത് വിഷമിക്കുന്നവരാണ്. പരിമിതികളിൽ നാം പരിതപിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇയ്യോബ് നമുക്ക് നൽകുന്ന പാഠം, നമ്മുടെ പരിമിതികളിൽ പതറാതെ നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും അർപ്പിക്കുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ വിശ്വാസം, ആ പ്രത്യാശ, അത് അനുദിനം നമ്മിൽ നാം തന്നെ വളർത്തിയെടുക്കേണ്ടതാണ്. കാരണം പ്രതിസന്ധികൾ നനച്ചിരിക്കാത്ത സമയത്ത് കൊടുങ്കാറ്റ് പോലെ വരാം. അവിടെ നമുക്ക് ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉണ്ടായാൽ, ആ വിശ്വാസവും പ്രത്യാശയും നമ്മെ ആ കൊടുങ്കാറ്റിൻ്റെ സമയങ്ങളിൽ പിടിച്ചു നിർത്തുവാൻ കാരണമായിത്തീരും. ഏത് സമയവും നാം വീണുപോകുവാൻ സാധിക്കുന്ന
ഒരു തലത്തിലാണ് നാം ആയിരിക്കുന്നത്. അവിടെ നമ്മെ വീഴ്ത്തുവാൻ പരിശ്രമിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തകർക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും. ഈ ഇയ്യോബിൻ്റെ വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ, ആമേൻ.